പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ പച്ചവർഗീയത വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയമല്ല. ആര് ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ? വേണ്ട. ഇനി ഞാനിത് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് വർഗീയവാദിയാക്കാനോ നിൽക്കണ്ട, വിഷയങ്ങൾ പറയണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. രണ്ട് സുഹൃത്തുക്കൾ, ഒരാൾ കോൺഗ്രസ്സുകാരനും ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് കരുതിക്കോളും, പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം. കോൺഗ്രസ്സുകാരനായ ഈ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനായ ഈ മനുഷ്യരുടെ നല്ല ബന്ധമാണ്, ഒരുമിച്ചാണ് യാത്ര, ഒരുമിച്ചാണ് കിടത്തം, ഒക്കെ ശരിയാ. പക്ഷെ ഇയാൾ യഥാർത്ഥ കോൺഗ്രസിന്റെ അനുഭാവിയാണെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റിന്റെ യോഗത്തിൽ പോയി പങ്കെടുക്കുമോ? കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാനുള്ള പണിയെടുക്കുമോ? അങ്ങനെ ഉള്ളിലൂടെയൊക്കെ പണിയെടുത്താൽ അതിനെന്താ നമ്മുടെ നാട് വിളിക്കല്? അപ്പൊ അവിടുത്തെ നേതാക്കൾ കൃത്യമായിട്ട് പറയും, നിങ്ങൾ അതിന് പണിയെടുക്കാൻ പാടില്ല, നിങ്ങൾ പാർട്ടിയിൽ മാത്രം ഉറച്ചു നിൽക്കണം, മറ്റേ പാർട്ടിനെ സഹായിക്കാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാട്. മതപണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ അനുസരിച്ച് നിൽക്കണം, മറ്റു മതവിശ്വാസങ്ങളിൽ നിങ്ങൾ അമിതമായി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വർഗീയത. എവിടെ ആയത്? നിങ്ങൾ കേട്ടില്ല? എത്ര പച്ച വർഗീയതയാ ഇയാൾ! ഇതൊക്കെ ചിരിച്ചുകൊണ്ടൊരു ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ഒരു ഇത്തരത്തിൽ പച്ച വർഗീയത പറയുമ്പോൾ ഇത്തരം ആളുകൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ലാഘവത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നത് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതല്ല നിങ്ങൾ ഈ കേട്ടത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊന്നും അതായത് ഒരു മുസൽമാനും പങ്കെടുക്കരുത് എന്ന് പച്ചക്ക് പറയല്ലേ? എത്ര നെറുകേടായി വിളിച്ചു പറയുന്നത് അല്ല. ഈ വിളിച്ചു പറഞ്ഞ ഇയാൾക്കെതിരെ ഒന്നും ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും രംഗത്തിറങ്ങി സംസാരിക്കാനൊന്നുമില്ലേ? വി ഡി സതീശൻ ഇവിടെ പള്ളിക്കകത്ത് ക്രിസ്ത്യൻ ബിഷപ്പുമാരോ അച്ഛന്മാരോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ പോലും രംഗത്തെത്തിയിട്ട് എതിർക്കുന്ന ആളല്ലേ വി ഡി സതീശന്? നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? പച്ചക്ക് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ട് ക്രിസ്മസ് ആഘോഷിക്കരുത് മുസ്ലിങ്ങളായിട്ടുള്ള ഒരാളും മതവിശ്വാസികൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിന് എതിരെ ഇവിടെ കേരളത്തിൽ UDFന്റെ പ്രതിപക്ഷ നേതാവ് സതീശനൊന്നും ഒരക്ഷരം മിണ്ടാനില്ലേ? അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛന്മാരെന്തെങ്കിലും പറയുന്നതിന് മാത്രമേ പ്രതികരിക്കൂ? ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളികളും തിരിച്ചറിയേണ്ടതാ. എത്ര പച്ച വർഗീയതയെ തുപ്പുന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ ഒരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ കേട്ടോ? കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കോ, ഒരുമിച്ച് യാത്രകളും സകലതും ചെയ്താലും നിങ്ങൾ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കോ, അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കോ, അങ്ങനെ ചെയ്താൽ എങ്ങനെ പറയോ? എത്ര ഉളുപ്പില്ലാത്ത മുടന്തൻ ന്യായമാണ് ഈ വിളിച്ചു പറയുന്നത്. ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന പാർട്ടിയും മതവും ഒന്നായിട്ടാണ് ഇവർ കാണുന്നത്. ഇവര് തന്നെ പറയോ അത് മതത്തിന്റെ നിലപാട്, മറ്റേത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന അതേ ആളുകൾ. ഇനി ലളിതമാണ്. ഈ കോൺഗ്രസില് ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് എടുത്താൽ അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്. BJP എടുത്താൽ അതിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതേസമയം ഒരു മതം എടുത്താൽ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ അതിലുണ്ടോ? ഇല്ല. ഈ മതത്തെയും പാർട്ടിയൊക്കെ ഉപമിച്ചിട്ട് ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ഉപമിച്ചിട്ട് വലിയ സംഭവമായിട്ട് ഈ മൊണ്ണത്തരം ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഈ സുഡാപ്പികളെ, ജിഹാദികളെ, ഇവിടെയുള്ള ആളുകളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ വലിയ സംഭവമാണ്. ഈ പറഞ്ഞ ന്യായം കൊള്ളാമോ? ഇതൊക്കെ കേട്ട് മരമൊണ്ണകൾ കൈയടിക്കുക എന്നല്ലാതെ വിവേകവും വിവരവും ബോധവുമുള്ള ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് ഇതിനെ കൈയടിക്കാൻ സാധിക്കും? ഏതെങ്കിലും മതത്തിലുള്ള മറ്റു മതങ്ങളിലെ പ്രോഗ്രാമുകളൊന്നും പങ്കെടുക്കരുത് എന്ന് എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഈ തിട്ടൂരമൊക്കെ ഇയാളോടൊക്കെ പറയാനുള്ളത് വല്ല സിറിയയിലോ ഇറാഖിലോ ഇറാനിലോ ബംഗ്ലാദേശിലോ പോയിട്ട് അങ്ങ് ഇറക്കിയാൽ മതി. ഇത് ഭാരതമാ, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം. ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരേപോലെയാ. എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടാ ഇവിടെ മനുഷ്യർ വലിയ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. ഇത്തരം ആളുകളാണ് നമ്മുടെ നാട്ടില് വലിയ രീതിയിൽ കലാപങ്ങൾക്ക് പോലും നേതൃത്വം കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ഭിന്നിപ്പിന്റെ, മനുഷ്യർ തമ്മിലുള്ള ഒരു ഭിന്നിപ്പിന്റെ ആദ്യപടിയാ. ഇത്തരം ആളുകൾ ഇതൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ് മുന്നോട്ടെത്തുമ്പോ പറയോ അടുത്തുള്ള ആളുകളെ അടുപ്പിക്കരുത്. ഇതൊരു ആദ്യപടിയാ. ജിഹാദി സുഡാപ്പികളുടെ അജണ്ടയുടെ ആദ്യ പടി മാത്ര നമ്മൾ ഈ കേൾക്കുന്നത്. ക്രിസ്മസ് ഇത് സക്സസ് ആവും എന്ന് തോന്നിയാൽ അടുത്തത് ഇറക്കോ. ഇവരൊരിക്കലും ഇതൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ജാതി പച്ച വർഗീയതയാ ഈ വിളിച്ചു പറയുന്നത്.
നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷം, പ്രതിപക്ഷം ത്തുള്ള ഏതെങ്കിലും നേതാക്കന്മാർ രംഗത്തെത്തിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പച്ചക്ക് വർഗീയത പറഞ്ഞവന് എതിരെ എന്തെങ്കിലും ഒരു അക്ഷരമുണ്ടോ? അതേസമയം മറ്റേതെങ്കിലും മതത്തിലെ നേതാക്കന്മാര് അവരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് പൊക്കിപ്പിടിച്ചു വന്ന് വലിയ ചർച്ചയാക്കോ? നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് ആ ചോദ്യം. ഇത് ചർച്ചയാക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചർച്ചയാക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കൈയടിക്കോ? ഇതത്ര തെറ്റായ ഒരു പ്രചരണമാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രചരിപ്പിക്കുക. മുസ്ലിങ്ങള്, ക്രിസ്ത്യൻ മതവിശ്വാസികൾ, ക്രിസ്ത്യൻ മതവിശ്വാസത്തിലുള്ള ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന്, അത് ക്രിസ്ത്യാനികൾ ആഘോഷിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് എന്തുമാതിരി വലിയ നെറികേടാണ്. ഇവിടെ ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുകളും ഇത് വളരെ ഗൗരവത്തിൽ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇവിടെയുള്ള ഭരണപക്ഷോ പ്രതിപക്ഷത്തോ ഉള്ള പാർട്ടി നേതാക്കന്മാര് ഇതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലൊക്കെ ജിഹാദികൾ രംഗത്തെത്തിയിട്ട് ഈ പാരീസിലൊക്കെ കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷങ്ങൾ പോലും ജിഹാദി ശല്യം കാരണം റദ്ദ് ചെയ്യുക. യൂറോപ്പിൽ നിരവധി നഗരങ്ങളില് ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദ് ചെയ്യുക ജിഹാദികളുടെ ശല്യം കാരണം. അതേപോലെയുള്ളൊരു ശല്യത്തിന്റെ തുടക്കമല്ലേ നമ്മൾ ഈ കാണുന്നത്? ഈ വിളിച്ചു പറയല് ഇതൊക്കെ ആദ്യപടിയാ. ഇവരെയൊക്കെ വെള്ളവും വളവും ഒക്കെ ഒഴിച്ച് വളർത്തുന്നത് ഇവിടെയുള്ള UDF LDF. ഒരു തർക്കവും വേണ്ട. അല്ലെങ്കിൽ ഇത്തരം പച്ച വർഗീയത പറഞ്ഞവർക്കെതിരെ എന്തുകൊണ്ടാ നടപടിയെടുക്കാത്തത്? ഇതിനൊക്കെ എതിരെ, ഈ ഇത്തരം ജിഹാദിസത്തിനെതിരെ നിലപാടെടുക്കുന്നവർക്ക് ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹമൊക്കെ ഒപ്പം നിൽക്കാവോ? ഇവിടെ UDF-ന്റെ ആളെവിടെ? LDF-ന്റെ ആളെവിടെ? ആരുമില്ല. ഇത് തന്നെയായിരുന്നു യൂറോപ്പിലെയും അവസ്ഥ. അഭയാർത്ഥികള്, അനധികൃത കുടിയേറ്റക്കാര്, യുദ്ധം കൊണ്ട് നശിച്ച സ്ഥലത്ത് നിന്ന് സുഡാപ്പികളും ജിഹാദികളും വന്നു മത്സരിച്ച് ഇരു കൈയും നീട്ടി സ്വീകരിച്ചായിരുന്നു ഈ പറയുന്ന യൂറോപ്പിലെ അവസ്ഥ എന്താ? ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. നമ്മുടെ കേരളത്തില് സുഡാപ്പിസം, ജിഹാദിസം ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടാണ് ഇത്തരം ആളുകൾ രംഗത്തിറങ്ങല്. ഒരു 5-10 വർഷം മുമ്പ് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലെ ക്രിസ്മസിനെതിരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ്, അതൊന്നൊരു നെറികേടാണ് പറയുന്നത് എന്ന് നമ്മുടെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് ചോദിക്കില്ലായിരുന്നോ? ഇന്ന് കേരളത്തിൽ ഇത്തരം നെറികെട്ടവന്മാർക്ക് എതിരെ എന്തുകൊണ്ടാണ് വലിയ രീതിയിൽ ഒരു എതിർപ്പ് ഇവിടെ പ്രകടിപ്പിക്കാത്തത്? കാരണം ഇവിടെ സുഡാപ്പിസം വളരുക, അവരെ പ്രീണിപ്പിക്കാന് UDF-ഉം LDF-ഉം മത്സരിക്കുക. അപ്പൊ ഇത്തരം തിട്ടൂരങ്ങൾ ഇറക്കുന്നവര് ഇവരെ കണ്ടില്ല എന്ന് നടിച്ചുവിടുന്ന നേതാക്കന്മാർ മുന്നോട്ട് പോവാ. ഇതൊക്കെ ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കണോ? ഇതിനെതിരെയൊക്കെ, ജിഹാദിസത്തിനെതിരെ, സുഡാപ്പിസത്തിനെതിരെ ഒക്കെ ആര് നിലപാടെടുക്കുന്നോ അവർക്കൊപ്പമേ നിൽക്കാവൂ. എന്നാലേ നാട്ടിൽ സമാധാനം ഉണ്ടാവൂ. ഇയാളൊക്കെ അങ്ങേയറ്റ പച്ച വർഗീയതയാണ് ഒരു ഉളുപ്പില്ലാതെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ മതഭേദമന്യേ സകല ബോധമുള്ള ആളുകളും പുച്ഛിച്ച് തള്ളണോ? നമ്മുടെ ഐക്യത്തെയാണ് ഇത്തരം നെറികെട്ടവന്മാര് രംഗത്തെത്തി തകർക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.